ഷാജിദ ഷാജിയുടെ കഥ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മെഗാ സീരിയൽ പരമ്പര പോലെ അതിങ്ങനെ ഓരോരോ എപ്പിസോഡുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാജിദയ്ക്ക് ഇനി ഭയങ്കരമായിട്ടുള്ളൊരു പണിയാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പരക്കെയുള്ള സംസാരം. ഷാജിദ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 5 മക്കൾക്കുമൊപ്പം എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്ന് വളരെ വിഷമത്തോടെ ഒരു വീഡിയോ ഷാജിദ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം ചാനൽ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ പുള്ളിക്കാരിയുടെ ഈ സ്ഥിതി കണ്ടിട്ട് ഭർത്താവുമില്ല, 5 കുട്ടികളും അവരെയൊക്കെ വളർത്തുവാനായിട്ട് ഷാജിദ പെടുന്ന കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് ധാരാളം പേര് ഒരുപാട് സഹായം ചെയ്ത ഒരു കാലമുണ്ട്. കാലത്ത് ഷാജിദയുടെ ചാനലിന് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പോകെ പുള്ളിക്കാരിക്ക് അഹങ്കാരമൊക്കെ കൂടി വളരെ പുച്ഛത്തോടെയാണ് എല്ലാവരെക്കുറിച്ചും സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിൽ നിന്നും വിട്ടുപോകാനായിട്ട് തുടങ്ങി. സ്വന്തം കാര്യങ്ങളിങ്ങനെ പരസ്യമായിട്ട് പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുമ്പോഴേക്കും അതിനോട് അനുബന്ധിച്ച് ധാരാളം പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടാകും. അതുപോലെ ഇങ്ങനെ പരസ്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയുമ്പോഴേക്കും ധാരാളമായിട്ട് അതിന് വിമർശനങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ചിട്ട് വളരെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെ ഓരോന്നൊക്കെ തുറന്ന് സംസാരിക്കുവാനായിട്ട്. ഒരു ദിവസം പുള്ളിക്കാരി ലൈവിൽ വന്നിരുന്നു. അപ്പോൾ ലൈവിലൊക്കെ വന്നിട്ട് കല്യാണമൊക്കെ ആയി എന്ന് പറഞ്ഞു മെഹറിൻ്റെ ലോക്കറ്റുമൊക്കെ പുള്ളിക്കാരി കാണിച്ചു. പുള്ളിക്കാരി ഒരു ദിവസം മറ്റൊരു ലൈവിൽ വന്നു തൻ്റെ നിക്കാഹ് കഴിഞ്ഞുവെന്നും ഇനി തന്നെ ആരും വിധവ എന്നൊക്കെ വിളിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ പിന്നീട് ഏതോ ഒരു ചെറിയ ചെക്കനുമായിട്ട് പുള്ളിക്കാരി കറങ്ങുന്ന വീഡിയോ പുറത്തായി. ഷറഫ് അലി എന്നായിരുന്നു ആ പുള്ളിയുടെ പേര്. അതോടെ ഷാജിദ കെട്ടാൻ പോകുന്നത് തന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു പയ്യനെയാണെന്നുള്ളൊരു വാർത്ത എല്ലായിടത്തും പരന്നു. അതിന് മറുപടിയായിട്ട് പുള്ളിക്കാരി അടുത്ത വീഡിയോയുമായിട്ട് വരികയും ചെറിയ ചെക്കന്മാർക്കൊക്കെ ആൻറ്റിമാരോടാണ് താല്പര്യം എന്നൊക്കെ തട്ടി വിടുകയും ചെയ്തു. പിന്നെ ഷറഫ് അലിയെ കെട്ടുകയാണെന്നുള്ള തെറ്റിദ്ധാരണ അങ്ങനെ ആളുകൾക്കുണ്ടായി. സൂഫി സഫർ എന്നൊരു ചാനലിൽ പുള്ളിക്കാരി ഒരു വോയിസ് കൊടുത്തിരുന്നത് അത് ആ ചാനലിൽ വന്നിട്ടുണ്ട്. സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ. പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി. കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ. പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ വീഡിയോസും അപ്പൊ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക. പിന്നെ ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല, ഇത് നല്ലതല്ല, കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല. സൂഫി സഫർ എന്നുള്ളൊരു ചാനലിൽ ഒരു വോയിസ് കൊടുത്തിരുന്നു. ഷാജിക്ക് നിക്കാഹ് കഴിക്കാമെന്ന് പറഞ്ഞ് പണം അയച്ചു കൊടുത്തത് റൌഫ് എന്ന് പറഞ്ഞ മറ്റൊരാളാണ് എന്ന് ആണ് ആ വോയിസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. റൌഫിനോട് എനിക്ക് നിങ്ങളെ നിക്കാഹ് കഴിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസ അയക്കുക എന്നും പൈസ അയക്കൂ എന്ന് അങ്ങോട്ട് ഷാജിദ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോ വഴി പുറത്ത് വന്നിരിക്കുന്നത്. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയും ഒരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് വേറൊരാളുമായിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തിടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ കൈവിട്ട് പോയപ്പോഴേക്കും പെട്ടു എന്ന് ഉറപ്പായി. അതോടെ വേറെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ട് ഷാജിദ രംഗത്ത് വന്നു. അതിൽ പറഞ്ഞ ഒരു കാര്യം ഷാജിദയ്ക്ക് തന്നെ വിനയായിട്ട് മാറി. അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽ പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്. അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാറും കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണ ഡിംബൽ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ,
വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെയുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്, അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഏകദേശം അയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവളെ വിട്ടപ്പോൾ എന്നെ പിടിച്ചതാണ് സംഭവം. എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ആരോപണവുമായിട്ട് ഒരാൾ രംഗത്ത് വന്നപ്പോഴേക്കും അതിനെ മറ്റൊരു ആരോപണമായിട്ട് തിരിച്ചടി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെയായിരുന്നു ആ വീഡിയോ ഷാജിദ ചെയ്തത്. മാത്രവുമല്ല എന്നുള്ള സംഭവം നിങ്ങൾ വിചാരിക്കുന്ന ആ ജസ്നല്ല, കുറെ മറ്റേ കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്നയൊക്കെ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരുപാട് പറയുന്നു, നീ മാത്രമേ ഉള്ളോ ജസ്ന, നിന്റെ പേര് മാത്രമേ ഉള്ളൂ ജസ്ന. അതുപോലെ തന്നെ ഒരു ഗൾഫിൽ ഒരു ഇത്താതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഞാനല്ല, ഒന്ന് നീ അത് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഏത് ജസ്നയാണ്. അപ്പോൾ ആ ജസ്നയുടെ ഫോട്ടോ, റൗഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ആരാണ് ജസ്ന ആരാണ് റൗഫ് എല്ലാം ഉള്ള ഒരു വീഡിയോ കണ്ടു നോക്കി അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്നയല്ല. നീ പേടിക്കണ്ട, നീ അടുത്ത വിവാദത്തിലേക്കൊന്നും വരണ്ട, അല്ലാണ്ട് തന്നെ നിനക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട്. അതിനുവേണ്ടി പുള്ളിക്കാരി കരുവാക്കിയത് ജസ്ന എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബറിനെയാണ്. ജസ്നയെയും ഷാജിദയും ഒക്കെ നിക്കാഹ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി വഞ്ചിച്ചു എന്നാണ് ഷാജിദ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം പുറത്തു വന്നതോടെ എല്ലാവരും ഈ ജസ്ന എന്ന് പറയുന്ന പുള്ളിക്കാരി ആരാണെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായി. അതായത് ഗുരുവായൂരിൽ വെച്ച് പ്രശ്നം വന്ന ജസ്ന ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പിന്നെ പുള്ളിക്കാരി എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റൌഫ് എന്ന് പറയുന്ന ആൾ യൂട്യൂബേഴ്സിനെയൊക്കെ തിരഞ്ഞു പിടിച്ചിട്ട് അങ്ങോട്ട് കാശ് അയച്ചു കൊടുക്കുന്നതാണ് എന്നൊക്കെയാണ് അടിച്ചു വിടുകയാണ്. ജസ്നയെക്കുറിച്ചിട്ടും ജസ്ന പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു അടിസ്ഥാനമോ തെളിവോ ഒന്നുമില്ലാതെ പുള്ളിക്കാരി ഓരോന്നിങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അപവാദമായിട്ട് പുറത്ത് പോയപ്പോഴേക്കും ജസ്ന തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. അപ്പോൾ ഇത് ഗുരുവായൂരിൽ പ്രശ്നമുണ്ടാക്കിയ ജസ്നയല്ല, താൻ വേറെ ഒരു ജസ്നയാണ് എന്ന് മാത്രവുമല്ല ഈ പുള്ളിക്കാരി ഇതിൻ്റെ കൂടെ ഷാജിദയെ 2 ചീത്തയൊക്കെ വിളിച്ചിട്ട് ഒരു വീഡിയോയും ഇറക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആൾക്കാരൊക്കെ ഈ ഗുരുവായൂർ പ്രശ്നമുണ്ടാക്കിയ ജസ്നയോട് എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ തുടങ്ങിയതോടെയാണ് എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് ഈ ജസ്ന രംഗത്ത് വന്നിട്ട് ഇത് താനല്ല മറ്റൊരാളാണ് എന്ന് പറയുകയും, അപ്പോൾ ഇത് കേട്ട് ഷാജിദ എപ്പോഴും പോലെ ചാടി പുറപ്പെട്ട് അതിന് തിരിച്ച് ഒരു മറുപടി വീഡിയോയുമായിട്ട് രംഗത്ത് വരികയും ചെയ്തു. അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. അമ്മച്ചി, നീയാണ് അമ്മച്ചി, കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഏത് അമ്മച്ചിയാണെന്ന്. ഓക്കെ, പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അവർ വന്ന് തള്ളിക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ, യൂട്യൂബർ ജസ്ന. പിന്നെ ഇവളുടെ കാമുകൻ റൌഫ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൌഫ്. ജസ്ന ഇപ്പോൾ ഷാജിദയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണെന്നാണ് അറിവ്. മാത്രമല്ല കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഷാജിദയുടെ കൂടെ തന്നെയാണ്. ഒറ്റയ്ക്ക് ചെറിയ മക്കളെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നാണ് മറുഭാഗത്തിൽ ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്ന ചിലവർ പറയുന്നത്. ഓരോ ഘട്ടത്തിലും സ്വന്തം മക്കളുടെ മുമ്പിൽ തകർന്നു പോകുന്ന ഒരു അവസ്ഥ, ഒരു സ്ഥിതി അത് നേരിടുന്നതും വളരെ ദയനീയമായിട്ടുള്ളൊരു സ്ഥിതിയാണെന്നും തുടർന്നും ആരും ഈ പുള്ളിക്കാരിയെ വേട്ടയാടരുത്, പുള്ളിക്കാരിനെ വെറുതെ വിടണോ എന്നൊക്കെയാണ് പലരും വന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പുതിയ രീതിയിൽ പുതിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് സാധാരണയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും മറക്കാതെ എഴുതി അറിയിക്കുക. ഇത് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ രംഗത്ത് വരാം. ശേഷം പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.